രാവിലെ 7 മണി മുതൽ തന്നെ കോഴിക്കോട് നോർത്ത് മണ്ഡലം LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ്റെ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഏത് ഘട്ടത്തിലേക്ക് എത്തി, ഏത് രീതിയിലാണ് പ്രചാരണം പുരോഗമിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. രവീന്ദ്രേട്ട, ഇവിടെ പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. നമ്മളിപ്പം പ്രചാരണം ഏത് രീതിയിലാണ്, എങ്ങനെയാണ്? കഴിയാവുന്നത്ര വോട്ടർമാരെ കാണുക എന്നുള്ളതാണ് ഒരു, പക്ഷേ അതിന് പരിമിതിയുണ്ട്. ദിവസങ്ങൾ കുറവാണ്. എന്നാലും പറ്റുന്നതൊക്കെ നേരിട്ട് കാണുക, അതിൻ്റെ പ്രത്യേകതയുണ്ടല്ലോ. പിന്നെ പറഞ്ഞ മാതിരി ഒരുവിധ പുതിയ ആളുകളല്ലാത്തവരൊക്കെ എന്നെ അറിയും. അടുത്ത് വന്നിട്ടുള്ളവരല്ലാത്ത മുഴുവൻ ആളുകൾ തന്നെ. ഞാൻ ഇന്ന കരുതി തന്നെയാണല്ലോ, വേറെ എവിടെയും ഞാൻ പോയിട്ടില്ല. ഒരു പ്രശ്നങ്ങളുമില്ല. നമ്മൾ പ്രധാനമായും വോട്ടർമാർക്കിടയിലേക്ക് പോകുമ്പം ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് വികസന നേട്ടങ്ങൾ, അതായത് കഴിഞ്ഞ 10 വർഷ കാലയളവിലെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പ്രധാനമായും. ആളുകളുടെ ഒരു പ്രതികരണം ഏത് രീതിയിലാണ് ആളുകൾക്കിടയിലേക്ക് പോകുന്നത്? നല്ല പ്രതികരണം തന്നെ. അറിയുന്നവനറിയും, പിന്നെ ഉറക്കം നടിച്ച് കിടക്കുന്നവനെ ഉണർത്താൻ പറ്റില്ലല്ലോ, അത്രയേ ഉള്ളൂ. ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം എന്താണ് കാര്യം. 10 കൊല്ലമല്ല, ഈ 5 കൊല്ലം കൊണ്ട് നമ്മൾ ഏകദേശം 10,3600 കോടി രൂപേൻ്റെ പ്രവൃത്തികൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. വികസനത്തിൻ്റെ പരമാവധി നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും എന്നെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് എന്ത് വേണമെന്നുള്ളതിനൊക്കെ പറയേണ്ട കാര്യമില്ല. കാരണം അത്രയും കാലം ഞാൻ ഇവിടെ ഇരുന്ന ഒരാളാണ്. വിഷയമില്ല. ഈ വോട്ടർമാർക്കിടയിലേക്ക് പോകുമ്പം അവരെന്താണ് പറയുന്നത്? എന്നോട് അങ്ങനെ ആരും പറയാറില്ല. എല്ലാം പരിചയക്കാരാണ്. വേറൊരു ആരും ആവശ്യപ്പെടാറില്ല. ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഇനി എന്താണെന്നുള്ളത് അടുത്ത കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ. നമ്മൾ എത്ര മണിക്ക് ആരംഭിച്ചു പ്രചാരണം? ഇനി ഇന്നത്തെ ഒരു എങ്ങനെയാണ്? രാവിലെ 7:30 മണിക്ക് ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് രാവിലെ എല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ വരണമെങ്കിൽ. ഏതായാലും കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലത്തിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. വലിയ ആത്മവിശ്വാസം ഞങ്ങൾക്ക് 100% ഭഗവാനുണ്ടല്ലോ. പിന്നെ എന്തിനാ നമ്മൾ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഈ കോഴിക്കോട് സംബന്ധിച്ച് കോഴിക്കോടിനോട് വലിയൊരു അടുപ്പമുണ്ട്. കോഴിക്കോടിൻ്റെ മേയറായി പ്രവർത്തിച്ച വ്യക്തി, അതിന് പിന്നാലെ MLA ആകുന്നു. ആ ഒരടുപ്പം ഇത്തവണയും കോഴിക്കോട്ടുകാർ കാണിക്കുന്ന ഉറപ്പാണ്. ഞാൻ 26 കൊല്ലം അവിടെ ഇരുന്നത്. 9.5 കൊല്ലം മേയറായിരുന്നു, 5 കൊല്ലം ഡെപ്യൂട്ടി മേയറായി. ഇവിടെ എല്ലാവർക്കും അറിയുന്നല്ല, എല്ലാ വഴികളും എനിക്കറിയാം. അതൊക്കെ വോട്ടാവും. അല്ല, എല്ലാം വോട്ടായിക്കോണമെന്നില്ല, അത് സ്വാഭാവികമല്ലേ. പക്ഷെ ആളുകൾക്ക് അത് ബോധ്യമുണ്ട്. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആരാണെന്നുള്ളത് പറയേണ്ട കാര്യമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എല്ലാ ആശംസകളും. ഏതായാലും ആ രീതിയിൽ തന്നെയാണ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല എന്നത് ഏറ്റവും പ്രധാനം. അതിനൊപ്പം തന്നെ കഴിഞ്ഞ കാലയളവിലെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിക്കാൻ ഉണ്ട്. ആളുകൾക്കിടയിലേക്ക് പോകുമ്പോൾ ഈ കാണുന്ന ആളുകൾക്കെല്ലാം കൃത്യമായി അറിയാം എന്താണ് നാടിന് വന്ന മാറ്റം എന്ന്. അത് തന്നെയാണ് അദ്ദേഹവും വ്യക്തമാക്കിയിരിക്കുന്നത്.